to CSIR JRF NET Physics class. Today this electronics topic flip-flop circuit. Flip-flop circuits, and today we see JK flip-flop and also DFF. JKFF and DFF. We see the questions based on flip-flops. So the first question is about JKFF. The question is, a counter consists of 4 flip-flops connected as shown in the figure. ഒരു കൗണ്ടറിൻ്റെ കാര്യം പറയാം. A counter consists of 4 flip-flops as connected in the figure. You'll hear these are the 4 flip-flops. JK, the input to the first, second, third, and fourth JKFF are given. And the terminals are marked in the upper side as A0, A1, A2, A3. They are inputs. And we have to answer the question. അപ്പോൾ 4 JKFF ആണ് തന്നിരിക്കുന്നത്. J input ആണ്, Q bar output. Q is state, Q bar is its complement. The counter is initialized as A0, A1, A2, A3 equals 0, 1, 1, 0. The state after next clock pulse is. The counter is initialized as A0, A1, A2, A3 equal to 0, 1, 1, 0. Then state after next clock pulse is. അതായത് കൗണ്ടറിന് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നത് ആദ്യം കൊടുക്കുന്നത് A0, A1, A2, A3 എന്നുള്ളത് 0, 1, 1, 0 ആണ്. അതായത് A0 is 0, A1 is 1, A2 is 1, A3 is 0. ഇത് സ്റ്റേറ്റ് ആഫ്റ്റർ നെക്സ്റ്റ് ക്ലോക്ക് പൾസ്, അതായത് അടുത്ത ക്ലോക്ക് പൾസ് കഴിയുമ്പോൾ എന്താണ് സ്റ്റേറ്റ് എന്നാണ് ചോദ്യം. ആൻസർ ഈസ് 1, 0, 0, 0, B 0, 0, 0, 1, C 0, 0, 1, 1, D 1, 1, 0. The answer is B, that is 0, 0, 0, 1. You look at the answer. Before seeing the detailed circuit, we have to remember the JKFF truth table. JKFF truth table that I have written just below in the right side. അപ്പോൾ ഇതിന് ഉത്തരം മനസ്സിലാക്കാനായിട്ട് നമ്മൾ JKFFൻ്റെ ട്രൂത്ത് ടേബിൾ മനസ്സിലാക്കണം. ഇവിടെ ഞാൻ ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ട്. 4 കേസുകളാണ്. JKQ, Q ബാർ ചെയ്തിട്ടില്ല. JKQ, Jയും Kയും 0, 0 ആണെങ്കിൽ Q, the state is Q itself. J and K 0, 1 ആണെങ്കിൽ the state is 0. J and K 1, 0 ആണെങ്കിൽ the state is 1. J and K 1, 1 ആണെങ്കിൽ Q bar, that is the complement of Q. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം കൊടുക്കുന്നത് A0, 0, A1, 1, A2, 1, A3, 0 ആണ്. അപ്പോൾ A0, 0 വരുമ്പോൾ ഒന്നാമത്തെ കേസ് നമുക്ക് 0 എന്നുള്ള വാല്യൂ ആണ് ആദ്യം വരുന്നത്. കീയുടെ സ്ഥാനത്ത് അവിടെ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. കീയുടെ സ്ഥാനത്ത് 0 1 ആകുമ്പോൾ ഏറ്റവും ലെഫ്റ്റ് സൈഡ് നോക്കുക. യു ലുക്ക് അറ്റ് ദി ലെഫ്റ്റ് സൈഡ്. അത് ഇൻപുട്ട് ഗിവൺ is J is equal to 0 and K is equal to 1. So the output is 0, 1. Therefore output is 0. The first output is 0. In this, you look at the second flip-flop, the input J is equal to 0 and K is equal to 1. Then also the output is 0. So we obtain 0, 0. And when we come to the third FF, the input J is 0. There is a cross connection. Input J is 0 and K is 1. So 0, 1. Then also 0. Then the last JKFF you see, J is equal to 1 and K is equal to 0, 1, 0. 1, 0 is 1. 1, 0 is 1. So the answer is 0, 0, 0, 1. The answer is 0, 0, 0, 1. That is B. അപ്പോൾ എങ്ങനെ ഉത്തരം നോക്കുക? നമ്മൾ ഈ പടത്തിൽ നോക്കണം. നമ്മൾ മുകളിലുള്ള A0, A1, A2, A3 തന്നിരിക്കുന്ന വാല്യൂ കൊടുക്കുക. 0, 1, 1, 0, 1, 1, 0 എന്ന് കൊടുക്കുക.
ഇനിഷ്യലായിട്ടൊരു സീറോ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിഷ്യൽ സീറോ, അതായത് ലാസ്റ്റ് വണ്ണിൽ നിന്ന് ഒരു സീറോ സീറോ ആയിട്ട് വരുന്നുണ്ട്. ലാസ്റ്റ് വൺ ഉണ്ടല്ലോ, അതായത് ലാസ്റ്റ് റിമിൽ, അത് നമ്മുടെ ഫസ്റ്റിലേക്ക് വരികയാണ് കണക്ഷൻ. അപ്പോൾ ലാസ്റ്റ് സീറോ ആണ് നമുക്കുണ്ട്. അവിടെ A30 അത് ഫസ്റ്റിലേക്ക് വരുന്നുണ്ട്, അപ്പോൾ സീറോയാണ്. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റിലുള്ള ക്യൂ ബാർ എന്നുള്ളത് ഫസ്റ്റിലെ കെ ആയിട്ട് വരുന്നുണ്ട്, അപ്പോൾ 01 എവിഡൻ്റാണ്. 01 ആണെങ്കിൽ ഔട്ട്പുട്ട് നമുക്കറിയാം, അത് സീറോയാണ്. സെക്കൻഡിൽ അതുപോലെ ജെയും കെയും സീറോയും വണ്ണും വരും, അപ്പോൾ ഔട്ട്പുട്ട് സീറോയാണ്. തേർഡിലും അതുപോലെ 01 വരും, ഔട്ട്പുട്ട് നമുക്ക് മനസ്സിലാകും അത് സീറോ ആണെന്ന്. ലാസ്റ്റിൽ വരുന്നത് 10 എന്നാണ്. 10 വന്നു കഴിഞ്ഞാൽ ട്രൂത്ത് ടേബിൾ പ്രകാരം 1 ആണല്ലോ, അപ്പോൾ ആൻസർ 000. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫോളോയിങ് JKFF സർക്യൂട്ട് J and K inputs are tied together to plus VCC. If the input is a clock signal of frequency F, the frequency of the output Q is in the following JKFF. ഇതൊരു JKFF ആണ്. അവിടെ ആ ജെയിലും കെയിൽ സപ്ലൈ സോഴ്സ് VCC കണക്ട് ചെയ്തിരിക്കുകയാണ്. Q ആണ് നമുക്ക് കാണേണ്ടത്. ഒരു ക്ലോക്ക് പൾസ് ഉണ്ട്. If the input is a clock signal of frequency F, the frequency of the output Q is F, 2F, 4F, F/2. The answer is D, F/2. The answer is D, F/2. The reason is the JKFF divides clock frequency by 2. When we look at the output Q, the clock pulse, it divides frequency by 2. So F/2 is the answer. That is the theory of it. Now comes DFF, D flip-flop. In the 3-bit register shown below, Q1 and Q3 are the least and the most significant bits of the output respectively. Q1 Q2 output. ഇവിടെ ആദ്യത്തെ DFF, രണ്ടാമത്തെ DFF, മൂന്നാമത്തെ DFF. അവിടെ Q0, Q1, Q2 നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ് ആൻസർ? If Q1, Q2, Q3 are set to 0 initially, അവ 3 0 ആണ് ഇനിഷ്യലി, set to 0, then the output after the arrival of the second falling clock edge is 001, 100, 011, D 11, 110 D. അപ്പോൾ ഇത് നമ്മൾ ഈ DFFൻ്റെ വർക്കിംഗ് നോക്കിയാൽ കാണാം. ഇപ്പോൾ ഇൻപുട്ട് 3 000 ആണല്ലോ. അപ്പോൾ അടുത്ത ക്ലോക്ക് പൾസ് കഴിയുമ്പോൾ അവസാനത്തെ ഡിജിറ്റ് മാറും. അല്ലെങ്കിൽ അത് Q3, Q2, Q1 കഴിഞ്ഞാൽ Q1 മാറിയിട്ട് 1 ആകും. അതിൻ്റെ അടുത്തതിൽ Q2 മാറും. അതിൻ്റെ അടുത്തതിൽ Q3 മാറും. അങ്ങനെയാണ്. അപ്പോൾ ഓരോ ക്ലോക്ക് പൾസിലും ഓരോ ടൈമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം 1, രണ്ടാമത്തത് 1. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് then the output, if Q3, Q2, Q1 or Q1, Q2, Q3 are set to 0 initially, then the output after the arrival of the second clock. അപ്പോൾ ഇനിഷ്യലി 0, സെക്കൻഡ് ക്ലോക്ക് പൾസാണ്. അപ്പോൾ ആദ്യം 001 ആണ് ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ, സെക്കൻഡിൽ 011. അത് അതിൻ്റെ ഓർഡർ ഓഫ് ഓപ്പറേഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സർക്യൂട്ട് below comprises of DFFs. The output is taken from Q3, Q2, Q1 and Q0 as shown the figure. അപ്പോൾ 4 DFF കൊടുത്തിരിക്കുകയാണ്. ഔട്ട്പുട്ട് Q3, Q2, Q1, Q0 എന്നാണ് എടുക്കുന്നത്. അതെന്തായിരിക്കും?
the binary number given by the string changes Q3, Q2, Q1, Q0 changes for every clock pulse that is applied to the clock input. If the output is initialized at 0000, the corresponding sequence of decimal numbers that repeats itself is. അതായത് ആദ്യം കൊടുക്കുന്നത് 0000 ആണ്. അതാണ് Q3, Q2, Q1, Q0 എന്ന് പറയുന്നത്. ഓരോ ക്ലോക്ക് പൾസും കഴിയുമ്പോൾ ഡെസിമൽ നമ്പർ ചേഞ്ച് എങ്ങനെയാണ്? ബൈനറി ചേഞ്ച് അല്ല, ഡെസിമൽ നമ്പർ ചേഞ്ച് എങ്ങനെയാണ്? അപ്പോൾ ഇവിടെ 3210 ഉണ്ട്, 137 14 12 8 എന്നുണ്ട്, 137 15 12 14 0 എന്നുണ്ട്, 137 15 14 12 8 0 എന്നുണ്ട്. ആൻസർ ഡി ആണ്. അപ്പം അത് കിട്ടുന്നതിന് നമ്മൾ ഈ DFFൻ്റെ ഈ നാല് DFF ഉള്ള സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. ഇതാണ് അതിൻ്റെ ആൻസർ ടേബിൾ. ഈ ടേബിൾ വരച്ച് നോക്കിയാലേ നമുക്ക് കാര്യം പിടികിട്ടുകയുള്ളൂ. ആ ക്ലോക്ക് പൾസ് നമ്മൾ Q3, Q2, Q1, Q0 ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഓരോ ഡിജിറ്റാണ് ഓരോ ക്ലോക്ക് പൾസും കഴിയുമ്പോൾ മാറുന്നത് Q0 തൊട്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രവർത്തനത്തിലും പറഞ്ഞതാണ്. After each clock pulse, one digit reverses, one digit changes. So in the first case, initially 0000. After the first clock pulse, the last one changes. After second clock pulse, last two, that is Q1 and Q0 changes. After third clock pulse, Q3, Q2 and Q0, Q2, Q1 and Q0 change in that manner. So the output is the four values are shown in the graph, and you look here. Clock 1 corresponds to an output 0001, that is binary equivalent of decimal number 1. Similarly, clock 2 we get 0011. 11 is actually 3. Binary, when converted into decimal, we get a 3. Third clock pulse 0111, that is 7. In that manner, we convert all the decimal numbers obtained as Q0, Q1, Q2, Q3 into decimal. We get 1, 3, 7, 15, 14, 12, 8, 0. So the decimal numbers output of the four DFFs shown above are 1, 3, 7, 15, 14, 12, 8, 0. That is the answer. Answer is D. നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയൊരു ടേബിൾ തയ്യാറാക്കണം. അതിൽ നമ്മൾ Q3, Q2, Q0, Q1 എന്ന് എഴുതണം. എന്നിട്ട് ഇനിഷ്യലായിട്ട് നമ്മൾ 0000 എന്ന് കൊടുക്കണം. പിന്നെ ക്ലോക്ക് പൾസ് 1 കൊടുക്കുമ്പോൾ അവസാനത്തെ ഡിജിറ്റ് ചേഞ്ച് ചെയ്യും. അപ്പോൾ അത് 0001 എന്നൊരു അറേ കിട്ടും. അതിൻ്റെ ബൈനറി നമ്പറാണത്, ഡെസിമൽ 1 ആയിട്ട് മാറും. ക്ലോക്ക് 2-ൽ നമുക്ക് 11 എന്ന് കിട്ടും, അത് ഡെസിമൽ 3 ആണ്. ക്ലോക്ക് 3-ൽ 1111 എന്ന് കിട്ടും, ഡെസിമൽ 7 ആണ്. ക്ലോക്ക് 4-ൽ 1111, അത് 15 ആണ്. അറിയാമല്ലോ, 1111 അത് 15 എന്നുള്ള സംഖ്യയാണ്. അങ്ങനെ എല്ലാ സംഖ്യയും എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പറാണ് ലാസ്റ്റ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ഈ നമ്പർ ഓർഡർ വരും 137 15 14 12 80 എന്നുള്ളത്. ഇനി ഒരു കൗണ്ടർ ക്വസ്റ്റ്യൻ ആണ്. കൗണ്ടേഴ്സ് നമ്മുടെ സിലബസിലൊക്കെ പ്രത്യേകം പറയുന്നുണ്ട്. എ സൈനസോയ്ഡൽ സിഗ്നൽ ഓഫ് പീക്ക് ടു പീക്ക് ആംപ്ലിറ്റ്യൂഡ് 1 വോൾട്ട് ആൻഡ് യൂണിഫോം ടൈം പീരീഡ് ഈസ് ഇൻപുട്ട് ടു ദി following circuit for 5 seconds duration. If the counter measures a value 3e8 to the base 8 octal number ആണ്. സോറി 38 അല്ലേ, ഒക്ടാലല്ല, അത് പിന്നെ എക്സാക്ട് ഡെസിമലാണ്. അവിടെ 16 ആണ് വരേണ്ടത്, 8 എന്നാണ് എഴുതിയിരിക്കുന്നത്. 8 എന്നുള്ള പുറത്ത് എഴുതിയത് പിശകാണ്, അത് 16 എന്ന് വേണം. is hexadecimal, then the time period of the input signal is തന്നിരിക്കുന്ന നമ്പർ 38 എന്ന് പറഞ്ഞാൽ ഈ ഒക്കെ വരുന്നത് ഹെക്സാഡെസിമലിലാണ്. അപ്പോൾ പുറത്ത് 8 എഴുതിയാൽ ശരിയല്ല, 16 തന്നെ എഴുതണം. അപ്പോൾ 38 എന്നുള്ള ഒരു ഹെക്സാഡെസിമൽ നമ്പറാണ്
കൗണ്ടർ മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇതാണ് സർക്യൂട്ട് കേട്ടോ, ഇതാണ് സർക്യൂട്ട്. എന്താ കണ്ടുപിടിക്കുന്നത് നോക്കി, എ സൈനുസോയിഡൽ ഓഫ് പീക്ക് ടു പീക്ക് ആംപ്ലിറ്റ്യൂഡ് 1 volt and unknown time period is input to the following circuit for 5 seconds duration. If the counter measures a value 38 to the base 16 in hexadecimal, then the time period of input signal, നമുക്ക് ഇൻപുട്ട് സിഗ്നൽ ടൈം പീരീഡ് കാണണം. അപ്പോൾ ഇതാണ് സർക്യൂട്ട്. ആദ്യം ഒരു ഓപ്പാമ്പ് ഉണ്ട്, ഓർ ഇൻവേർട്ടിംഗ് ഓപ്പാമ്പ്, അതിലേക്കൊരു 0.1 മൈക്രോ ഫാരഡ് കപ്പാസിറ്റി, 1K 10 ബിറ്റ് കൗണ്ടർ 10K. അപ്പോൾ ഇവിടെ കപ്പാസിറ്റി അല്ലെങ്കിൽ റെസിസ്റ്ററിന് നമ്മുടെ പ്രോബ്ലത്തിൽ യാതൊരു ചാൻസും വരില്ല. അപ്പോൾ ഇവിടെ പിന്നെ A25 പീരീഡ് തന്നിരിക്കുന്ന 2.5 മില്ലി സെക്കൻഡ്, B 4 മില്ലി സെക്കൻഡ്, C 10 മില്ലി സെക്കൻഡ്, D 5 മില്ലി സെക്കൻഡ്. ആൻസർ D ആണ്, അത് 5 മില്ലി സെക്കൻഡാണ്. എങ്ങനെ നോക്കുക. അപ്പോൾ നമ്മൾ ഈ ഹെക്സാഡെസിമൽ നമ്പർ ഇവിടെ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. 38 H ആകട്ടെ, H ആകുമ്പോൾ 16 വരും. H 16 വരത്തില്ല, അത് 16 തന്നെ വേണം അവിടെ. 16 എന്നുള്ളത് ഹെക്സാഡെസിമലിൽ അങ്ങനെ ഒരു സംഖ്യയില്ല, 16 H എന്ന് പറയുന്ന സംഖ്യ ABCDEF GH, A10, B11, C12, D13, ഈ 15 കൊണ്ട് തീരും. അപ്പോൾ ഇവിടെ H എന്നുള്ള 16 എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നത് 16 വേണ്ടത്. 3/8/16 gives 3 × 16^2. അറിയാലോ, എക്സ്പാൻഡ് അറിയാമല്ലോ, 3 ഡിജിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ 2 തൊട്ട് തുടങ്ങണം. 16ൻ്റെ പവർ 3 × 16^2 + 14 × 16^1 + 8 × 16^0. 16^0 is 1, so we get the number 1000. 3 × 16 സ്ക്വയർ ആണ് 256/3. അപ്പോൾ അത് ഗുണിക്കുക, 14 × 16, 14 × 16 മൾട്ടിപ്ലൈ ചെയ്യുക, 8 × 1 എല്ലാം കൂടി ചെയ്യുമ്പോൾ നമുക്ക് 1000 എന്ന് കിട്ടും. 1000 to the base 10. In 5 seconds, the number of counts is 1000. So time count ഉണ്ട്, then count per second, ഒരു period of count per second. 5 സെക്കൻഡ് കൊണ്ട് ഇത്രയും കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു സെക്കൻഡിലെ കൗണ്ട്, ദാറ്റ് ഈസ് 1000 by 5, 200. ടൈം പീരീഡ്, ഇറ്റ്സ് എ ഫ്രീക്വൻസി ടൈം പീരീഡ് റെസിപ്രോക്കൽ. T is 1/200 second, that is 0.05. 1/200, that is 0.005 second converted into millisecond. By multiplying it by 1000, we get 5 millisecond. 1/2 is 0.5, 1/20 is 0.05, 1/200 is 0.005 second. That we convert into millisecond. By multiplying it by 1000, we get 5 millisecond. Answer. ഇനി ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ആണ്. ഈ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിൽ ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല പഠിക്കുക എന്ന് മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് കാൽക്കുലേഷൻ ഒന്നും ഈ ക്വസ്റ്റിനകത്ത് വരുന്നതല്ല. ദ ഫുൾ സ്കെയിൽ വോൾട്ടേജ് ഓഫ് n ബിറ്റ് D bar A converter, digital to analog, D bar A converter, DA converter, D bar എന്ന് എഴുതും. Digital to analog converter is V, the resolution that can be achieved in it is. എത്ര റെസൊല്യൂഷൻ കിട്ടും എന്നുള്ളതാണ് ചോദ്യം. V/2n-1, V/2n+1, V/2n, V/n. The answer is A, V/2n-1. അതാണ് ഉത്തരം. അങ്ങനെ ഒരു ഫോർമുല ഇവിടെ ഉണ്ടോ? ഫോർമുല n ബിറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ V ആണ് ഫുൾ സ്കെയിൽ വോൾട്ടേജ് അപ്ലൈഡ്, V ആണ്. അപ്പോൾ റെസൊല്യൂഷൻ കാണുന്ന ഇക്വേഷൻ V/2n-1. ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കാറുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഈ നമ്പർ ഓഫ് ബിറ്റ് തരും, വോൾട്ടേജ് തരാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഫോർമുല പഠിക്കുക, V/2n-1.
That is resolution. Next question, the full scale of a 3-bit digital to analog converter, DAC എന്ന് പറയും, അല്ലെങ്കിൽ ഡി ബാർ സി, ഡിജിറ്റൽ ടു അനലോഗ് ഡി ബാർ എ ആണ്, ഡി ബാർ എ, അത് ഡാക്ക് എന്ന് പറയും, ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ, ഡാക്ക് എന്ന് പറയും. കൺവെർട്ടറിന് സി, ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ, ഡി ബാർ എ കൺവെർട്ടർ. ഡാക്ക് ഡിജിറ്റൽ അനലോഗ് കൺവെർട്ടർ, ഡാക്ക് എന്ന് പറയും, അവസാനം ഡാക്ക് എന്ന് പറയുന്നത്. ഈ 7 വോൾട്ട് which of the following tables represents the output voltage of this 3-bit DAC for the digital to analog converter for the given set of input bits? Well, what is the, ഇവിടെ എന്താ കണ്ടുപിടിക്കുന്ന നോക്കൂ, which of the following tables represent the output voltage of this DAC കൺവെർട്ടർ. അപ്പോൾ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് ആദ്യം 0 0 0, ഔട്ട്പുട്ട് വോൾട്ടേജ് 0, പിന്നെ 0 0 1 1, 0 1 0 1 0 1 1 3, ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. 0 1 0 2. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് തന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, അപ്പോൾ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്താൽ എന്തായിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നുള്ള ചോദ്യമാണ്. ഡി ബാർ സി, ഡി ബാർ എ കൺവെർട്ടറാണ്. ആൻസർ ഇൻപുട്ട് ബിറ്റ്സ് ഔട്ട്പുട്ട് ബിറ്റ്സ് ഇവിടെ 0 1.25 2. ഇതാണ് എ എന്നുള്ളത്, ആദ്യത് എ എന്നുള്ളത്, അടുത്തത് ബി എന്നുള്ളത്, അടുത്തത് സി എന്നുള്ള ആൻസർ, ഇത് ഡി എന്നുള്ള ആൻസർ, ഡി. ഇപ്പോൾ ഏതാണ് ശരി എന്നുള്ളതാണ്. ആൻസർ എ ആണ് കേട്ടോ, എ. അതായത് ആ ബൈനറി തന്നെ കൺവെർട്ട് ചെയ്ത് പറയുന്നതാണ് ശരി. ഇപ്പോൾ 0 0 0 എന്ന് വെച്ചാൽ 0 ആണല്ലോ, 0 0 1 വെച്ചാൽ 1 ആണ്, 0 1 0 2 ആണ്, 0 1 1 1 3 ആണ്. അപ്പോൾ അത് തന്നെയാണ് ആൻസർ. അതിൻ്റെ കാരണം ഇതാണ്, നമ്മളിങ്ങനെ കൺവേർട്ട് ചെയ്ത് കാണിക്കുക. അതായത് 111 എന്ന് വെച്ചാൽ 7 വോൾട്ടാണ്, 111 7 വോൾട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ 0 0 1 1 വോൾട്ട് വന്നാൽ മതി, പിന്നെ 0 1 0 2 വോൾട്ട് വന്നാൽ മതി, 0 1 1 3 വോൾട്ട് വരണം, 1 0 0 4 വോൾട്ട് വരണം. അപ്പോൾ എല്ലാം കൂട്ടുമ്പോൾ 7 വോൾട്ട് കിട്ടും, എല്ലാം കൂട്ടുമ്പോൾ 7 വോൾട്ട്. അപ്പോൾ 7 വോൾട്ട് ആയതുകൊണ്ട് നമുക്ക് ആദ്യത്തെ ടേബിളാണ് ശരിയായിട്ട് വരുന്നത്. ഇനി എ ബാർ ഡി കൺവെർട്ടറിൻ്റെ മറ്റൊരു ചോദ്യമാണ് അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ. അനലോഗ് എ ഡി സി കൺവെർട്ടർ എന്ന് പറയും, എ ഡി സി. If the analog input to the 8-bit successive approximation ADC analog digital converter is increased from 1 volt to 2 volt, then the conversion time will remain unchanged, double, decrease to half its original value, increases 4 times. അതായത് if the analog input to the 8-bit successive approximation ADC is increased from 1 to 2 volt, then the conversion time will, ഓർത്തിരിക്കുക, it's a theoretical part, and the conversion time will remain unchanged. That is the answer. That is all with our 40th class. We continue our topic. Thank you.